Royal Edu Plus. Welcome back. Second year നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഫിസിക്സിൽ ഡൈപോളിനെ കുറിച്ചായിരുന്നു. എന്തായിരുന്നു ഇലക്ട്രിക് ഡൈപോൾ? Two equal and opposite charges separated by a small distance is called an electric dipole. Two equal and opposite charges separated by a small distance is called an electric dipole. A dipole has a dipole moment which is equal to one of the charge into dipole distance. നമ്മൾ കഴിഞ്ഞ് നോക്കിയായിരുന്നു. പിന്നെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഈ ഡൈപോൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇറ്റ് എക്സ്പീരിയൻസ് എ ടോർക്ക്. ദ ടോർക്ക് ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ, വേർ ഇ ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ഒരു പോയിന്റ് ചാർജ് ആയിരുന്നു എങ്കിൽ ആർ എവേ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ എഴുതുമായിരുന്നു. ഇഫ് ദ ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് E is equal to 1/4πε0 into q by r square, where r is the distance between this point and this charge. നമുക്ക് നോക്കാനുള്ളത് ഒരു ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര നടക്കുക. ഡൈപോൾ എന്താ പ്രശ്നം? രണ്ട് ചാർജസ് ഉണ്ട്, ഒന്ന് പ്ലസ് ചാർജും ഒന്ന് മൈനസ് ചാർജും. പ്ലസ് ചാർജ് കാരണമുള്ള ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അതിന്റെ ആക്സിസിൽ റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ മൈനസ് ക്യൂ കാരണമുള്ളത് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. അപ്പൊ അതിന്റെ ആൾജിബ്രായിക് സം എടുക്കണം. രണ്ട് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ആൾജിബ്രായിക് സം എടുക്കണം. അതാണ് നമുക്കിനി അടുത്തത് നോക്കാനുള്ളത്. ഒരു ഡൈപോളിന്റെ മൈനസ് ക്യൂ പ്ലസ് ക്യൂ. ഡൈപോൾ ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ പറയുന്നത്? 2a. ദിസ് ഇസ് എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. നമ്മൾ ഇവിടെ ബാക്കി ഡിസ്റ്റൻസുകൾ എടുക്കുന്നതിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് വെരി സ്മോൾ ഡിസ്റ്റൻസ്. കാരണം എങ്കിൽ മാത്രമേ ഡൈപോൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ സെന്ററിൽ നിന്ന് എക്സ് എവേ ആയിട്ട് ഞാനൊരു പോയിന്റ് എടുത്തു പി. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലസ് ക്യൂ കാരണമുള്ളത് ഈ ദിശയിൽ E1 ആണെങ്കിൽ മൈനസ് ക്യൂ കാരണമുള്ളത് എങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ടു ഫസ്റ്റ് വൺ ആയിരിക്കും. കാരണം മൈനസ് ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ പ്ലസ് ക്യൂവിന്റെ അങ്ങോട്ടായിരിക്കും. Therefore, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിട്ട് പി എന്ന് പറയുന്നത് E is equal to E1 plus minus E2. Why it is negative? Opposite direction. So the vector sum എടുക്കുന്നത്. That is E is equal to E1 minus E2. ഇതാണ് നമുക്കുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി. അപ്പോൾ ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിട്ട് പി എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ E1 ഉം E2 എത്രയാണെന്ന് നോക്കാം. E1 is equal to 1/4πε0 into q പ്ലസ് ക്യൂ കാരണമാണ്. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ആ ഡിസ്റ്റൻസ് അറിയൂടെ? നമുക്ക് അറിയത്തില്ല. ഇതിന്റെ സെന്ററിൽ നിന്ന് എക്സ് എവേ ആയിട്ടാണ് ഈ പി എന്ന് അറിയാം. അപ്പൊ ഇത് എത്രയായിരിക്കും? എ ആയിരിക്കും. Therefore, q by x minus a the whole square. ശരിയല്ലേ? x minus a the whole square. Okay. Therefore, E2 is equal to 1/4πε0 into q by ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് അത് എക്സ് പ്ലസ് എ അല്ലേ? എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ഇത്രയും നമുക്ക് കിട്ടി. എങ്കിൽ ഇത് നമുക്കൊന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര കിട്ടി? E is equal to 1/4πε0 into q by x minus a the whole square minus 1/4πε0 q by x plus a the whole square. Therefore, E is equal to 1/4πε0 into q. കോമൺ ഫാക്ടർ ആണ് ഇത്. പ്ലസ് ക്യൂ കാണുന്നത് മൈനസ് ക്യൂ കാരണമുള്ളതാണ്. പക്ഷെ ചാർജിന്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. അതാണ് കോമൺ ഫാക്ടർ ആയതുകൊണ്ട് അത് നമ്മൾ പുറത്തെടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു into 1/x minus a the whole square minus 1/x plus a the whole square. ശരിയല്ലേ? ശരിയാണല്ലോ. That is E is equal to 1/4πε0 into q into x minus a the whole square into x plus a the whole square. x
ഈ ക്വാണ്ടിറ്റി ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. എക്സ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഇതാണ്. ഈസ് ഈക്വൽ ടു 1/4πε0 q ഇൻറ്റു ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ റൂട്ട് ആണ്. ഇവിടെ ആണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് 2ax പ്ലസ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ. ശരിയല്ലേ? ഈ മൈനസ് അപ്ലൈ ചെയ്ത് എഴുതാം. കൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഡൈപോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു എക്സ് എന്ന് പറയുന്നത് വെരി സ്മാൾ ആണ്. അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റിയും കളയാം. Therefore, E is equal to 1/4πε0 q into x square plus 2ax plus a square minus x square plus 2ax minus a square whole divided by x raised to 4 x square the whole square. A very small iron. A is very smaller than x. That is E is equal to 1/4πε0 q into ഇവിടെ x square minus x square cancel ചെയ്യാം, a square minus a square cancel ചെയ്യാം, 2ax plus 2ax ഞാൻ ഇങ്ങനെ തന്നെ എഴുതുന്നു 2 into 2ax by x raised to 4. x 4 ൽ നിന്ന് ഒരു x കളഞ്ഞു 3ax ക്യൂബ് ആണ്. ഇവിടെ നമുക്ക് E is equal to 1/4πε0 into q into ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതാണ് 2a into 2 by x cube. What is q into 2a? One of the charge into dipole distance. Dipole moment, that is E is equal to 1/4πε0 into 2p by x cube. This is the answer. 2p by x cube. 1/4πε0 into 2p by x cube. This is the electric field intensity, total electric field intensity at a point P on the axis of the dipole. Dipole axis il kudi kadanu vonna line aanu. Adilulla electric field intensity kittiyana. അപ്പോൾ നമ്മൾ നേരത്തെ on the axis of the dipole ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് on the equatorial line of the dipole. That is ഇതൊരു ഡൈപോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ 2a ആണ് ഡൈപോൾ ഡിസ്റ്റൻസ്. അതിന്റെ ഇക്വേറ്ററിലാണ് നമ്മളെ പോയിന്റ് കിടക്കുന്നത്. പി എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ ഇക്വേറ്ററിലാണ്. ദാറ്റ് ഈസ് ഇക്യൂ ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജസ്. ഇക്യൂ ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജസ്. അപ്പോ പ്ലസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈ ദിശയിലാണെങ്കിൽ മൈനസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈ ദിശയിലായിരിക്കും. രണ്ടിന്റെ ക്വാണ്ടിറ്റി സെയിം ആണ്. ക്വാണ്ടിറ്റി രണ്ടും സെയിം ആണ്. പ്ലസ് ക്യൂ കാരണമുള്ളത് മുകളിലോട്ട് ആണെങ്കിൽ മൈനസ് ക്യൂ കാരണമുള്ളത് താഴോട്ടായിരിക്കും. അതിന്റെ വാല്യൂ നമുക്കറിയാം 1/4πε0 into ക്യൂ ബൈ ഡിസ്റ്റൻസ് എത്രയാണ്? രണ്ടിലും സെയിം തന്നെയാണ്, എക്സ് സ്ക്വയർ. അപ്പോ ലെറ്റ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. തീറ്റ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്ന് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? ഇവിടെ തീറ്റ ആയതുകൊണ്ടാണ് ഈ ആംഗിൾ തീറ്റ. ഇതിന്റെ പ്ലസ് ക്യൂവിന്റെ കോസ് കോമ്പണന്റ് ഈ കോസ് തീറ്റ ഈ ദിശയിൽ തന്നെയാണ്. മൈനസ് ക്യൂവിന്റെ കോസ് കോമ്പണന്റും ഈ കോസ് തീറ്റ അത് ഈ ദിശയിൽ തന്നെയാണ്. എന്നാൽ സൈൻ കോമ്പണന്റ് പ്ലസ് ക്യൂവിന്റെ ഈ സൈൻ തീറ്റ അപ്പോൾ ഡയറക്ഷൻ മൈനസ് ക്യൂവിൻ്റെതാണെങ്കിലോ അത് ഇങ്ങോട്ട് താഴോട്ട് ഈ സൈൻ തീറ്റ. സോ ഇത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ആക്ടിങ് അറ്റ് ദ സെയിം പോയിന്റ്, ക്യാൻസൽ ഈച്ച് അതർ. But these two components acts up. So total electric field intensity due to these two charges at P is equal to E cos theta plus E cos theta. That is 2E cos theta. The E value അറിയാമോ? Cos theta value അറിയാമോ? Cos theta value അറിയാമോ? നമുക്ക് ഈ ട്രയാങ്കിൾ എന്ന് അറിയാം. Cos theta ഇത് 2A ആണ്. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. Cos theta വാല്യൂ ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഈ രണ്ട് വാല്യൂസ് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതും ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തായി?
is equal to 2 into 1 by 4 pi epsilon 0 q by x square into a by x. ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 q into 2a by x cube. ശരിയല്ലേ? q into 2a, one of the charge into dipole distance, dipole moment, that is equal to 1 by 4 pi epsilon 0 into p by x cube. നേരത്തെ കിട്ടിയ ആൻസറും ഈ കിട്ടിയ ആൻസറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ടല്ലേ? അതിന്റെ ഹാഫേ ഉള്ളത്. നേരത്തെ എത്രയാണ് കിട്ടിയത്? ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 into 2p by x cube ആണ്. നമുക്ക് ഇവിടെ എത്ര കിട്ടി? ഹാഫ് എ കിട്ടിയത്. സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി due to a dipole, due to an electric dipole at a point on its axis and another point on its equatorial line. രണ്ട് സംഗതികളാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് മറ്റൊരു ഭാഗമാണ് പഠിക്കാനുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില ലൈൻസ് വരയ്ക്കും. They are called electric field lines. Electric force of lines നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ട്, അത് എന്തുമാത്രമുണ്ട്, ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ പറയുന്ന വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ്. അത് വരയ്ക്കുന്നത് പ്ലസ് ചാർജിൽ നിന്ന് മൈനസ് ചാർജിലേക്കാണ് വരയ്ക്കുന്നത്. They are assumed to be starting from a positive charge and ends at a negative charge. They are imaginary. They represent electric force. ഇലക്ട്രിക്കൽ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ചാർജ് എൻഡ്സ് അറ്റ് നെഗറ്റീവ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് മാത്രം ഇരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ പോകും, നെഗറ്റീവ് ചാർജ് മാത്രമാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ these are electric field lines. Electric field lines എന്ന് പറഞ്ഞാൽ they are imaginary lines drawn from positive charge towards a negative charge which represent electric force, electrical force. They are called electric field lines. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞു they are imaginary lines. They are starting from positive and going towards negative. They never intersect. Intersect ചെയ്താലുള്ള പ്രശ്നം എന്താണ്? ഇന്റർസെക്ട് ചെയ്താൽ ടു ഡയറക്ഷൻ പോസിബിൾ അല്ലേ? ഇങ്ങോട്ട് ഒരു ഡയറക്ഷൻ, ഇങ്ങോട്ട് ഒരു ഡയറക്ഷൻ പോസിബിൾ അല്ലേ? വിച്ച് ഈസ് ഇമ്പോസിബിൾ. ഒറ്റ ഡയറക്ഷനുള്ളൂ, ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് മാത്രം ഒറ്റ ദിശ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകത. ഇനി at any point a tangent is drawn which gives the direction of field at that point. ഇവിടെയാണ് ടാൻജന്റ് വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും ഫീൽഡിന്റെ ദിശ. അപ്പോൾ a tangent at any point on this curve gives the direction of electric field at that point. So what are electric field lines? They are imaginary curves drawn from a positive charge towards a negative charge which represent electric force and electric field. They never intersect. If they intersect, two direction is possible, which is impossible. രണ്ട് ഡയറക്ഷൻ ഒരിക്കലും വരത്തില്ല, ഒരു ഡയറക്ഷനേ ഉള്ളൂ, ഫ്രം പോസിറ്റീവ് ടുവേഴ്സ് നെഗറ്റീവ്. ഇനി a tangent at any point on this curve gives the direction of field at that point. ഫീൽഡ് നൽകാനായിട്ട് നമുക്ക് ടാൻജന്റ് വരച്ചാൽ മതി. ഇനി in a uniform electric field, these field lines are parallel. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് they are parallel ആയിട്ട് പോകുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഒരെണ്ണം ഇരിക്കുന്നു, നെഗറ്റീവ് ചാർജ് ഒരെണ്ണം ഇരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻസിന്റെ. They are called electric field lines. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്?